യേശു ആരിലും വലിയവൻ വലിയവൻ. യേശു യേശു ആരിലും വലിയവൻ വലിയവൻ. ആരിലും വലിയവൻ വലിയവൻ. സൗഖ്യദായകൻ പാപമോചകൻ. സൗഖ്യദായകൻ പാപമോചകൻ. യേശുവേകരക്ഷകൻ. യേശുവേകരക്ഷകൻ. കരുണാമയൻ സ്നേഹഗായകൻ. കരുണാമയൻ സ്നേഹഗായകൻ. യേശു യേശു ആരിലും വലിയവൻ വലിയവൻ. ആരിലും വലിയവൻ വലിയവൻ. അത്ഭുതങ്ങളുടെ രാജാവ്, വിടുതലിൻ്റെ ആത്മാവ്. അത്ഭുതങ്ങളുടെ രാജാവ്, വിടുതലിൻ്റെ ആത്മാവ്. ദുഃഖവും ഭയവും നിരാശയും എല്ലാം വിട്ടുപോകും. ദുഃഖവും ഭയവും നിരാശയും എല്ലാം വിട്ടുപോകും. യേശു യേശു ആരിലും വലിയവൻ വലിയവൻ. യേശു യേശു ആരിലും വലിയവൻ വലിയവൻ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ മഹത്വം. രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് കർത്താവിനെ നന്നായിട്ട് ഒന്ന് സ്തുതിച്ച് നന്ദി പറയാം. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. കരമടിച്ച് കർത്താവിനെ സ്തുതിച്ച് മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. യേശുവിൻ്റെ നാമത്തിൽ എല്ലാ പൈശാചിക ബന്ധനങ്ങൾ വിട്ടുമാറട്ടെ. യേശുവിൻ്റെ നാമത്തിൽ നിരാശയും ദുഃഖവും തിന്മയുടെ സ്വാധീനം വിട്ടുമാറട്ടെ. യേശുവിൻ്റെ നാമത്തിൽ എതിർചിന്തകൾ വിട്ടുമാറട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശു ഞങ്ങളുടെ രക്തം കൊണ്ട് ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. എല്ലാ പൈശാചിക ബന്ധനങ്ങൾ വിട്ടുമാറട്ടെ. ദൈവജനത്തിൻ്റെ മേൽ ദൈവശക്തി ഇറങ്ങട്ടെ. പൈശാചിക ആധിപത്യങ്ങൾ, തിന്മയുടെ ബന്ധനങ്ങൾ നസ്രായനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ വിട്ടൊഴിയട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ മഹത്വം. ആമേൻ. മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായത്തിൽ നാം വായിക്കുന്നു, യേശു 40 ദിനരാത്രങ്ങൾ ഉപവസിക്കാനായിട്ട് മരുഭൂമിയിലേക്ക് പോയി. യേശുവിനെ മരുഭൂമിയിലേക്ക് കൊണ്ടുപോയത് ദൈവത്തിൻ്റെ ആത്മാവ, പരിശുദ്ധാത്മാവ. ആ പരിശുദ്ധാത്മാവിൻ്റെ നിർദ്ദേശമനുസരിച്ച്, ആത്മാവ് കൊടുത്ത പ്രേരണ അനുസരിച്ച് 40 രാവും 40 പകലും മരുഭൂമിയിൽ ഉപവസിച്ച് യേശു പ്രാർത്ഥിക്കുക. ആ പ്രാർത്ഥനയുടെ അവസാന വേളയിൽ പിശാച് വന്ന് യേശുവിനെ പരീക്ഷിക്കുന്നതായി വചനത്തിൽ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. ഞാനിത് പറഞ്ഞത് പിശാച് ഒരു യാഥാർത്ഥ്യമാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. പിശാച് ഇല്ല എന്ന് പിശാച് തന്നെ പഠിപ്പിക്കുന്നു. പിശാചിൻ്റെ ആൾക്കാരെ പഠിപ്പിക്കുന്നു. ഫ്രാൻസിസ് മാർപ്പാപ്പ പറയുകയാണ്, പിശാച് ഇല്ല എന്ന് പിശാച് തന്നെ വരുത്തി തീർക്കാനുള്ള വലിയ ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുക. അവൾ മനുഷ്യനെ തകർച്ചയിലേക്ക്, പാപത്തിലേക്ക്, നാശത്തിലേക്ക് നയിക്കുന്ന പിശാച്, മനുഷ്യനെ ദൈവത്തിൽ നിന്ന് നിരന്തരം അകറ്റാനായിട്ട് അഹോരാത്രം പണിയെടുക്കുന്ന പിശാച്, ആ ശത്രു ഉണ്ട് എന്ന തിരിച്ചറിവ് നമുക്ക് ഉണ്ടാവണം. നിങ്ങൾ സമചിത്തതയോടെ ഉണർന്നിരിക്കുക. സമചിത്തതയോടെ ഉണർന്നിരിക്കണം. സമചിത്തരായിരിക്കണം നിങ്ങൾ. ആത്മബലവും ആത്മധൈര്യമുള്ളവരെ നിങ്ങൾ സമചിത്തത ഉണർന്നിരിക്കണം. എന്തിനാണ് ഉണർന്നിരിക്കുന്നത്?
ഉറങ്ങിക്കഴിഞ്ഞാൽ ശത്രുവിന് എപ്പോൾ വേണമെങ്കിലും നമ്മളെ കീഴ്പ്പെടുത്താനായിട്ട് സാധിക്കും. ശത്രു നമ്മളെ കീഴ്പ്പെടുത്താതിരിക്കണമെങ്കിൽ നമ്മൾ ഉണർവ് ഉള്ളവരായിരിക്കണം, ഉണർന്നിരിക്കുന്നവരായിരിക്കണം. നമ്മുടെ ശത്രുവാരാണ്? നമുക്കൊറ്റ ശത്രുവേ ഉള്ളൂ, അത് ദുഷ്ടനായ പിശാച് മാത്രമാണ്. നിങ്ങളുടെ ശത്രുവായ പിശാച് അലറുന്ന സിംഹത്തെ പോലെ ആരെ വിഴുങ്ങണമെന്ന് അന്വേഷിച്ചുകൊണ്ട് ചുറ്റി നടക്കുന്നു. വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് അവനെ എതിർക്കുവിൻ. പിശാച് ചുറ്റി നടക്കുകയാ. എന്തിനാ പിശാച് ഈ അലറുന്ന സിംഹത്തെ പോലെ ചുറ്റി നടക്കുന്നത്? അവൻ ചുറ്റി നടക്കുന്നത് എന്തിനാണെന്നറിയാമോ? വിശുദ്ധിയിൽ ജീവിക്കുന്ന, പ്രാർത്ഥിക്കുന്ന, ദൈവഭയത്തിൽ ജീവിക്കുന്ന, സുവിശേഷ വേല ചെയ്യുന്ന, കർത്താവിനായി ജീവിതം സമർപ്പിച്ചവരെ പാപത്തിലേക്ക് വീഴിച്ച് നശിപ്പിക്കാൻ വേണ്ടി അവരിങ്ങനെ ചുറ്റി നടക്കുകയാണ്. അലറുന്ന സിംഹത്തെ പോലെ പിശാചിങ്ങനെ നടക്കുകയാ. നീ വിശ്വാസത്തോടെ അവനെ എതിർത്തു നിന്നാൽ അവൻ നിന്നെ വിട്ടുപോയിക്കൊള്ളും. വിശ്വാസപൂർവം നമ്മൾ ഉറച്ചു നിന്നാൽ പിശാചിന് നമ്മളെ തൊടുവാനോ നമ്മളെ തോൽപ്പിക്കുവാനോ സാധ്യമല്ല. പിശാച് ഉണ്ട് എന്നുള്ള ആ സത്യത്തെക്കുറിച്ച് നമുക്ക് വലിയ ഒരു ബോധ്യം എപ്പോഴും ഉണ്ടാവണം. പിശാചിന് ദൈവമക്കളെ ഒരിക്കലും തകർക്കാനോ തോൽപ്പിക്കാനോ പറ്റില്ല. യേശുവിൻ്റെ കൂടെ നടക്കുന്ന ആരെയും പിശാചിന് ഒരിക്കലും തകർത്ത് കളയാൻ പറ്റില്ല. നീ സാത്താനെ തോൽപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ കർത്താവിൻ്റെ കരങ്ങളിൽ മുറുകെ പിടിച്ചുകൊള്ളുക. കർത്താവ് നിൻ്റെ കരങ്ങളിൽ മുറുകെ പിടിക്കും. ഒരു പിശാചും ദൈവമക്കളെ തൊടത്തില്ല, ദൈവമക്കളെ തകർക്കത്തില്ല. അപ്പസ്തോല പ്രവർത്തനം 16-ാം അധ്യായത്തിൻ്റെ 16 മുതൽ 18 വരെയുള്ള വചനങ്ങളിൽ നമ്മൾ വായിക്കുന്നു. പൗലോസും സീലാസും ഒരു പ്രാർത്ഥനാ കേന്ദ്രത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ ഒരു അടിമ പെൺകുട്ടി, പിശാച് ബാധിച്ച ഒരു അടിമ പെൺകുട്ടി പൗലോസും സീലാസും മുമ്പോൾ വിളിച്ചു പറഞ്ഞു, ഇവർ അത്യുന്നതനായ ദൈവത്തിൻ്റെ ദാസന്മാരാ, ഇവർ രക്ഷയുടെ മാർഗത്തെക്കുറിച്ചാണ് പഠിപ്പിക്കുന്നത്, നിങ്ങളിത് കേൾക്കണം എന്ന് ഈ അടിമ പെൺകുട്ടി പറയുകയാണ്. അവളുടെ യജമാനന്മാർ അവളെ കൊണ്ട് വലിയ ആദായമുണ്ടാക്കിയിരുന്നു. കാരണം ഇവളിലുള്ള പിശാച് ഭാവി പ്രവചനങ്ങൾ പറയും. അങ്ങനെ അവളുടെ യജമാനന്മാർ ധാരാളം പണമുണ്ടാക്കിയിരുന്നു. നോക്കുക, സാത്താൻ ചെയ്യുന്ന ഒരു വലിയ കാപട്യം. ഇവളിലൂടെ ഭാവി പ്രവചനം നടത്തുന്ന അതേ പിശാച് തന്നെ അപ്പസ്തോലന്മാരെക്കുറിച്ച് ഉള്ള സത്യം വിളിച്ചു പറയുക. പിശാച് കള്ളനാണ്, നുണയനാണ്, കാപട്യം നിറഞ്ഞ വ്യക്തിയാണ് പിശാച്. പിശാചൊരു വ്യക്തിയാണ്, അരൂപിയാണ്. ഒരു വ്യക്തിയിൽ, ഒരു മനുഷ്യ വ്യക്തിയിൽ വരുമ്പോൾ മുതൽ അവൻ്റെ വ്യക്തിയായിട്ടാണ് പ്രവർത്തിക്കുന്നത്. പൗലോസിനെ ഇത് അസഹിതപ്പെടുത്തി. പൗലോസ് തിരിഞ്ഞിട്ട് കൽപ്പിച്ചു, അവളിലെ ആത്മാവിനോട് പറഞ്ഞു, അവളെ വിട്ട് പുറത്തു പോകുക. തൽക്ഷണം അടിമപ്പെൺകുട്ടിയിലുണ്ടായിരുന്ന അശുദ്ധാത്മാവ് അവളെ വിട്ടുപോയി. അവളെ വിട്ടുപോയി കഴിഞ്ഞപ്പോൾ പിന്നീട് അവൾക്ക് ഭാവി പ്രവചനം നടത്തുവാൻ കഴിഞ്ഞില്ല. അവളിലെ ആ അശുദ്ധാത്മാവിനെ പൗലോസ് അപ്പസ്തോലൻ കുരിശിൻ്റെ ചുവട്ടിൽ എന്നേക്കുമായിട്ട് ബന്ധിച്ചു. ആ ദൈവദാസന്മാർക്ക് പിശാചിനെ പുറത്താക്കുവാൻ, പിശാചിനെ ബന്ധിക്കാനുള്ള ആ അധികാരം, ആ അഭിഷേകം, കൃപ പരിശുദ്ധാത്മാവിലൂടെ യേശു നൽകിയിട്ടുണ്ട്. അഭിഷേകത്തോടെ പിശാചിനെ ബന്ധിക്കാനുള്ള ആ കൃപയും വരദാനങ്ങളും ശക്തിയുമുള്ള അനേക വ്യക്തികളെ ദൈവം ഈ കാലഘട്ടത്തിൽ ഉയർത്തിയിട്ടുണ്ട്. അങ്ങനെ അവരുടെ വരുമാനമാർഗം നിലച്ചു. പിശാചിനെ പൗലോസ് അപ്പോസ്തലൻ ബന്ധിച്ചു കഴിഞ്ഞപ്പോൾ പിശാചിന് പിന്നീട് ഭാവി ഫലം പറയാനായിട്ട് സാധിക്കാത്ത അവസ്ഥയായി. ഒരിക്കലും നമ്മൾ മന്ത്രവാദികളുടെ കൂടോത്രക്കാരുടെ അടുക്കൽ പോകരുത്. ഭാവി പ്രവചനം നടത്തുന്നവർ, ജ്യോത്സ്യന്മാർ, പ്രാശനികർ,
ഇവരുടെ അടുക്കൽ ഒരിക്കലും നമ്മൾ പോകുവാനായിട്ട് പാടില്ല. നീ ചെന്നാൽ ചിലപ്പോൾ കൃത്യമായിട്ട് നിന്നെക്കുറിച്ചുള്ള കാര്യങ്ങൾ പറയും. ഇത് സാത്താൻ്റെ വലിയ ഒരു തന്ത്രമാണ്. പ്രത്യേകിച്ച് നെഗറ്റീവുള്ള കാര്യങ്ങൾ അവൻ പറയും. ഒരുപക്ഷെ അവൻ പറയുന്ന പോലെ തന്നെ സംഭവിച്ചേക്കാം. എങ്കിലും ഒരിക്കലും അങ്ങനെയുള്ള പ്രവാചകൻ്റെ പിന്നാലെ, ജോത്സ്യൻ്റെ പിന്നാലെ, കൂടോത്രക്കാരൻ്റെ പിന്നാലെ ഒരു ക്രിസ്ത്യാനിയും പോകുവാനായിട്ട് പാടില്ല. ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർ ഒരിക്കലും പിശാചാരാധനയ്ക്കോ മന്ത്രവാദിയോ കൂടോത്രക്കാരൻ്റെ പിന്നാലെ പോകരുത്. അത് ഒന്നാം പ്രമാണത്തിൻ്റെ ലംഘനമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പസ്തോല പ്രവർത്തനം 16:19. അവളുടെ യജമാനന്മാർ തങ്ങളുടെ ആദായമാർഗം നഷ്ടപ്പെട്ടു എന്ന് കണ്ടപ്പോൾ പൗലോസിനെയും സിലാസിനെയും പിടികൂടി വലിച്ചിഴച്ച് പൊതുസ്ഥലത്ത് അധികാരിയുടെ അടുക്കൽ കൊണ്ടുവന്നു. അവർക്ക് വരുമാനം നഷ്ടപ്പെട്ടപ്പോൾ പൗലോസിനെയും സിലാസിനെയും അവർ പിടികൂടി ഉപദ്രവിച്ചു, വലിച്ചിഴച്ച് അധികാരികളുടെ അടുക്കൽ കൊണ്ടുവന്നു. അപ്പസ്തോല പ്രവർത്തനം 16:23. ജനക്കൂട്ടം ഒന്നാകെ അവർക്കെതിരായി ഇളകി വസ്ത്രങ്ങൾ ഉരിഞ്ഞു മാറ്റി അവരെ പ്രഹരിക്കാൻ ന്യായാധിപന്മാർ കൽപ്പന നൽകി. വളരെയധികം പൗലൂസിനെയും സിലാസിനെയും അവർ പ്രഹരിച്ചു. ഇവിടെ 22-ാം വചനം പറയുന്നു, ജനക്കൂട്ടം ഒന്നാകെ അവർക്കെതിരെ ഇളകി. നോക്കുക, ഒരു അടിമ പെൺകുട്ടിയിൽ നിന്ന് പിശാചിനെ പുറത്താക്കി കഴിഞ്ഞപ്പോൾ അലറുന്ന സിംഹത്തെ പോലെ പിശാച് അവൻ ഇളകിമറിയ. എന്നിട്ടോ അവിടെ ജനക്കൂട്ടം മുഴുവൻ അവർക്കെതിരായിട്ട് തിരിയുക. ജനക്കൂട്ടം മുഴുവൻ അപ്പസ്തോലന്മാർക്കെതിരായിട്ട് തിരിഞ്ഞു എന്ന് പറഞ്ഞാൽ നമ്മൾ തിരിച്ചറിയേണ്ടത് അവിടെ പിശാചിൻ്റെ ഒരു കൂട്ടായ പ്രവർത്തനം സമൂഹ മധ്യത്തിൽ നടന്നു. ആ ദേശത്തിൻ്റെ അധികാരത്തെ ഏറ്റെടുത്തിട്ടുള്ള പിശാച്, ആ ദുഷ്ടാരൂപി ഇളകി. അവിടെയുള്ള പിശാചിൻ്റെ സ്വാധീനം ജനക്കൂട്ടത്തിൻ്റെ മനസ്സിനെ സ്വാധീനിച്ചു. അവർ ഒന്നടങ്കം അപ്പസ്തോലന്മാർക്കെതിരെ ഇളകി ക്രൂരമായിട്ട് പൗലോസിനെ സിലാസിനെ പീഡിപ്പിച്ച് ജയിലിൽ അടയ്ക്കുന്ന കാഴ്ച നമ്മൾ കാണുകയാണ്. ഇതൊരു യുദ്ധമാണ്. ഞാനും നിങ്ങളും യുദ്ധക്കളത്തിലാ. ഈ യുദ്ധത്തിൽ നമ്മൾ പരാജയപ്പെടത്തില്ല. ഈ യുദ്ധത്തിൽ എനിക്കും നിങ്ങൾക്കും വിജയം ഉറപ്പാണ്. ഒരു സാത്താന്യ ശക്തിക്കും നമ്മളെ തകർക്കാൻ സാധ്യമല്ല. ജനക്കൂട്ടത്തെ മുഴുവൻ ഇളക്കുവാനായിട്ട് പിശാച് പരിശ്രമിച്ചു. ജനക്കൂട്ടം ഇളകിയെന്ന് നമ്മൾ വചനത്തിൽ കണ്ടു. എഫെസോസ് 6:12. എന്തെന്നാൽ നമ്മൾ മാംസത്തിനും രക്തത്തിനുമെതിരായിട്ടല്ല, പ്രഭുത്വങ്ങൾ, ആധിപത്യങ്ങൾ, ഈ അന്ധകാര ലോകത്തിൻ്റെ അധിപന്മാർ, സ്വർഗീയ ഇടങ്ങളിൽ വസിക്കുന്ന തിന്മയുടെ ദുരാത്മാക്കൾക്കെതിരായിട്ടാണ് പടവെട്ടുന്നത്. നമ്മൾ യുദ്ധക്കളത്തിലാ, നമ്മൾ പടവെട്ടിക്കൊണ്ടിരിക്കുകയാ. അന്ധകാര ശക്തികൾക്കെതിരെയുള്ള പടവെട്ടൽ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുക. ഇവിടെ വലിയ ജാഗ്രത നമുക്ക് വേണം. നിരന്തരം നമ്മൾ പ്രാർത്ഥിക്കുന്നവരാകണം. യേശുവിൻ്റെ തിരുരക്തത്തിൻ്റെ സംരക്ഷണം നമുക്കും നമ്മുടെ കുടുംബങ്ങൾക്കും ലഭിക്കണം. വിശുദ്ധ മിഖായേൽ, ഗബ്രിയേൽ, റഫായേൽ മാലാഖമാരുടെ സംരക്ഷണം നമുക്ക് വേണം. സ്വർഗത്തിൻ്റെ മുഴുവൻ കരുതലും സംരക്ഷണവും ഈ യുദ്ധത്തിൽ നമുക്ക് ആവശ്യമുണ്ട്. നിരന്തരം പ്രാർത്ഥനയിൽ ഉണർവുള്ളവരായിരിക്കാം. ഒരു പൈശാചിക ശക്തികളും നമ്മളെ തൊടില്ല. ദുഷ്ടൻ്റെ ശക്തി വലയത്തിലാണ് ഈ ലോകം. 1 യോഹന്നാൻ 5:19. എങ്കിലും ഒരു തിന്മയുടെ ആത്മാവിനും പൈശാചിക ദുഷ്ടാരൂപികൾക്കും എന്നെയും നിങ്ങളെയും തകർക്കാൻ പാടില്ല, നടക്കത്തില്ല. കാരണം യേശുവിൻ്റെ രക്തം കൊണ്ട് വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളാണ് നമ്മൾ. നമ്മൾ വിശുദ്ധിയിലാണെങ്കിൽ, ദൈവത്തോട് ചേർന്നാണെങ്കിൽ ഒരു തിന്മയും നമ്മളെ തൊടില്ല. നമ്മൾ കൂടുതൽ പിശാചിനെതിരെ ജാഗ്രത ഉള്ളവരായിട്ട് മാറുക. ശത്രുവിനെ തിരിച്ചറിയുക. കൂടുതൽ പ്രാർത്ഥിക്കാം, ഉപവസിക്കാം, കർത്താവിൻ്റെ കൂടെയായിരിക്കാം. യേശു നിങ്ങളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഒന്ന് എണീറ്റ് നിൽക്കാം. ശക്തമായിട്ട് കർത്താവിനെ ഒന്ന് സ്തുതിക്കാമോ? കണ്ണുകൾ അടച്ച്
രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച കർത്താവായ യേശുവേ, ദൈവജനത്തെ കീഴ്പ്പെടുത്തിയിരിക്കുന്ന പൈശാചിക ദുഷ്ടാരൂപികളെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ കുരിശിന്റെ ചുവട്ടിലേക്ക് ബന്ധിച്ച് ബഹിഷ്കരിക്കുന്നു. കർത്താവിന്റെ പരിശുദ്ധ രക്തമൊഴുകട്ടെ. നസ്രായനായ യേശുവിന്റെ നാമത്തിൽ രോഗപിടകളാൽ ജനത്തെ ബന്ധിച്ചിരിക്കുന്ന ദുഷ്ടപിശാച് വിട്ടൊഴിയട്ടെ. കുരിശിന്റെ ഉള്ളിലേക്ക് കാട്ടി പായിക്കുന്നു. ജനത്തെ തകർച്ചയിലേക്ക്, പരാജയത്തിലേക്ക്, നാശത്തിലേക്ക് നയിക്കുന്ന പൈശാചിക ശക്തികളെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ, തിരുരക്തത്തിന്റെ ശക്തിയിൽ, കുരിശിന്റെ ചുവട്ടിൽ എൻ്റെ ആത്മീയ പിതാക്കൾ ചെന്നുകൊണ്ട് ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. നിർവീര്യമാവട്ടെ. ദൈവത്തിൻ്റെ ജനം സ്വതന്ത്രമാവട്ടെ. കരമടിച്ച് ശക്തമായിട്ട് യേശുനാമത്തെ വിളിച്ച് സ്തുതിച്ചേ. ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശുവിൻ്റെ രക്തമേ ഞങ്ങളെ കഴുകണമേ. അന്ധകാര ശക്തി നിർവീര്യമാവട്ടെ. ഹല്ലേലൂയ. പിതാവേ നന്ദി, യേശുവേ നന്ദി, പരിശുദ്ധാത്മാവേ നന്ദി. ആമേൻ. ഈശോ ചെയ്ത ഒരു വലിയ സൗഖ്യമാണ് ഈ ധ്യാനത്തിൽ. കർത്താവ് എത്രയോ വലിയവനാണ്. നമുക്ക് കൈയടിച്ച് നന്ദി പറയാം. കാരണം യേശു ജാതിയോ മതമോ വർഗമോ നിറമോ വർണ്ണമോ ഇല്ലാതെ എല്ലാവരെയും സ്നേഹിക്കുന്ന വ്യക്തിയാണ്. യേശുവിൻ്റെ അടുക്കലേക്ക് ആര് വന്നാലും യേശുവിനെ അനുഗ്രഹിക്കും, സൗഖ്യം നൽകും, സമാധാനം നൽകും, സന്തോഷം നൽകും. നൽകുമോ? അതിൻ്റെ വലിയൊരു തെളിവാണ് നമ്മുടെ മുൻപിൽ നിൽക്കുന്ന നിത്യ. നമുക്ക് കേൾക്കാം നിത്യയുടെ സാക്ഷ്യം. 2 മാസം മുമ്പ് എനിക്ക് പെട്ടെന്ന് ഞാൻ ജോലി ചെയ്യുന്നിടത്ത് വെച്ചിട്ട് എനിക്ക് സൈഡിൽ കൂടെ ഒരു വേദന വന്നിട്ട് തളർന്ന് ഞാൻ ഹോസ്പിറ്റലിലൊക്കെ ആയതാണ്. അവിടുന്ന് തീരെ വയ്യാതെ ഞാൻ കുറേ നാളായി നടക്കുന്നു. അപ്പോൾ എൻ്റെ കടയിലത്തെ ചേച്ചി തന്നെയാണ് പറഞ്ഞത്, ഇവിടെ ഇങ്ങനെ ഒരു ധ്യാനം നടക്കുന്നുണ്ട്. അപ്പോൾ സാബു ബ്രദറിൻ്റെ അടുത്ത് വന്നിട്ട് നീ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ച് കഴിഞ്ഞാൽ നിനക്ക് എന്തായാലും നല്ല ആശ്വാസം ലഭിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഹിന്ദു ആയിരുന്നിട്ട് കൂടി ഇതിൽ പങ്കെടുക്കാനായിട്ട് എത്തി. 2ാമത്തെ ദിവസമാണ് ഞാൻ വന്നത്. അന്ന് വന്നിട്ട് എൻ്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചപ്പോൾ അതേപോലെ എൻ്റെ കൈകളും കാലുകളിലൊക്കെ ആൾ സ്പർശിച്ചിട്ട് കയ്യിലിങ്ങനെ അടിക്കുകയൊക്കെ ചെയ്തു. എന്നിട്ട് കാലും കൈയൊക്കെ അമർത്തി കുടയാനായിട്ട് പറഞ്ഞു. എനിക്ക് വളരെ ആയാസത്തോടെ ചെയ്യാനായിട്ട് സാധിച്ചു. ശരിക്കും ദൈവത്തിൻ്റെ അനുഗ്രഹം എനിക്ക് കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. നിത്യ ഹൈന്ദവ സമുദായത്തിൽപ്പെട്ട വ്യക്തിയാണ്. എന്നാലും വലിയ വിശ്വാസത്തോടെ വചനം കേൾക്കാനായിട്ട് വന്നു. കൺവെൻഷൻ്റെ ആദ്യ ദിവസം അല്ലേ? 2ാമത്തെ ദിവസം ഇവിടെ കിടക്കുകയായിരുന്നു. അവിടെ ചെന്ന് ഞാൻ പ്രാർത്ഥിച്ചു. യേശു അപ്പോൾ തന്നെ ഈ മകളെ സ്പർശിച്ചു. കൈകൾക്കും കാലുകൾക്കും ഒക്കെ ബലമായി. ഇപ്പോൾ തളർച്ചയൊന്നുമില്ല. പൂർണ്ണമായ സൗഖ്യമാണ് നൽകിയത്. 2 മാസമായിട്ടല്ലേ കൈകാലുകൾക്ക് തളർച്ചയായിരുന്നു. പൂർണ്ണമായിട്ട് ബലം കിട്ടി. ജീവിത പങ്കാളിയുണ്ട്. ഒരു കുഞ്ഞുണ്ടല്ലേ? ആണോ പെണ്ണോ? ഒരു പെൺകുട്ടിയുണ്ട്. എത്ര വയസ്സായി? 3 വയസ്സുള്ള ഒരു മോളുണ്ട്. കർത്താവ് നൽകിയ അത്ഭുതമായ ഒരു സ്നേഹത്തിൻ്റെ സ്പർശനമാണ്. നമുക്ക് കൈയടിച്ച് യേശുവിന് നന്ദി പറയാം. യേശു എത്രയോ കാരുണ്യവാനാണ്. തൻ്റെ അടുക്കലേക്ക് വരുന്നവരെ ആരെയും ഒരിക്കലും അവൻ ഉപേക്ഷിക്കാറില്ല. കർത്താവ് ആരെങ്കിലും ഉപേക്ഷിക്കുമോ? ഉപേക്ഷിക്കത്തില്ല. നമുക്ക് കരമൊന്നിത്തി പിടിച്ച് നിത്യ അല്ലേ? നിത്യയ്ക്ക് വേണ്ടി, നിത്യയുടെ കുടുംബത്തിന് വേണ്ടി എല്ലാം ഒന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. ഒന്ന് അനുഗ്രഹിച്ച് എല്ലാവരും. യേശുവേ, ഞങ്ങളെല്ലാവരും ഈ മകളെ അനുഗ്രഹിക്കുന്നു. നമ്മുടെ ഭർത്താവിനെയും കുഞ്ഞിനെയും അനുഗ്രഹിക്കുന്നു. നമ്മുടെ കുടുംബത്തിന് വേണ്ട എല്ലാ നന്മകളും അനുഗ്രഹങ്ങളും നിറയ്ക്കണമേ. യേശുവിൻ്റെ അത്ഭുത നാമത്തിൽ അനുഗ്രഹിക്കുന്നു. ആമേൻ. മോൻ്റെ പേരെന്താ? സിനോയ്. വീട് എവിടെയാ? അങ്കമാലി. മോൻ്റെ ഈ ഷോൾഡർ എന്ത് പറ്റുക? ഷോൾഡർ മതിൽ ചാടിപ്പോൾ എനിക്കിങ്ങനെ കൈ പൊത്തിച്ച് ചാടിപ്പോൾ തിരിഞ്ഞു പോയി. ഷോൾഡർ ഊരിപ്പോവും. എത്ര നാളുടെ ഊരിപ്പോവും? ഒരു 2 കൊല്ലമായിട്ടുണ്ട്. 2-3 കൊല്ലമായിട്ട് ഷോൾഡർ ഊരിപ്പോവും. ഓപ്പറേഷൻ പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടുണ്ട്. ഏത് ആശുപത്രിയിലാണ് ഓപ്പറേഷൻ പറഞ്ഞിരിക്കുന്നത്? LF ഹോസ്പിറ്റൽ അങ്കമാലി. ലിറ്റിൽ ഫ്ലവർ അങ്കമാലി ആശുപത്രിയിൽ ഈ ഷോൾഡർ ഊരിപ്പോകുന്നതിന് ഓപ്പറേഷൻ പറഞ്ഞിരിക്കുകയാണ്. യേശുവേ, ഹല്ലേലൂയ. ഇത്രയും കാര്യമല്ലേ ഉള്ളൂ. യേശുവിൻ്റെ നാമത്തിൽ ഈ ഷോൾഡറിന് ഊരിപ്പോകത്തില്ല. കൈ വട്ടം കറക്കിക്കോ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആ ഷോൾഡർ ഊരത്തില്ല. വട്ടം കറക്കിക്കോ. ധൈര്യമായിട്ട് 2 സൈഡിലും കറക്കിക്കോ. കറക്കട്ടെ. ഇടിച്ചു കാണിച്ചേ. ഇവരെ കാണട്ടെ. യേശു ഇവിടെ ഉണ്ട്. ഉയർത്തെഴുന്നേറ്റ കർത്താവ് ഇവിടെ ഉണ്ട്. അത്ഭുതങ്ങളുടെ ദൈവം അവൻ ഇവിടെ ഉണ്ട്. യേശു കർത്താവാ, അവൻ ദൈവമാ, അവൻ ഇവിടെ ഉണ്ട്. ഹല്ലേലൂയ. വട്ടം കറക്കിക്കോ. ആഞ്ഞു കറക്കി കാണിച്ചേ. ഇങ്ങനെ വെച്ചേ. ഇടിച്ച് കൈ ഇടിച്ചു കാണിച്ചവരെ ശക്തമായിട്ട്. ഹല്ലേലൂയ. മോനെ സന്തോഷമായിടാ.
യേശുവാണ് സൗഖ്യം നൽകിയത്. യേശുവിന് മഹത്വം. ആരാ സൗഖ്യം നൽകിയത്? എൻ്റെ പേര് നജ്മ, കുരിയച്ചിറ തന്നെയാണ്. എൻ്റെ മോൾക്ക് 1.5 വയസ്സുള്ളപ്പോൾ ഭയങ്കര നീരുവീഴ്ച ഉണ്ടായിരുന്നു. അങ്ങനെ കുറേ ഡോക്ടേഴ്സിനെ കണ്ടിട്ട് എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. അവസാനം 2-3 ഫേമസ് ആയിട്ടുള്ള ഡോക്ടേഴ്സ്, മിഷൻ ഹോസ്പിറ്റലിൽ ജോർജ് ഡോക്ടറും പിന്നെ സ്വാമിനാഥൻ സാറും പറഞ്ഞു ഇത് അട്രോഫിക് റൈനൈറ്റിസ് എന്ന് പറയുന്ന ഒരു അസുഖമാണ്, ഇതിന് മെഡിസിനൊന്നും കണ്ടുപിടിച്ചിട്ടില്ല. അപ്പം അങ്ങനെ ഞങ്ങൾ വളരെ വിഷമത്തിലായിരുന്നു. ഇത് ജലദോഷം വരുമ്പോൾ ഭയങ്കര സ്മെല്ലാണ്, കൊച്ചിനടുത്ത് ആരെങ്കിലും ചെല്ലുമ്പോൾ ഭയങ്കര വിഷമമായിരുന്നു. ആ ദിവസം പ്രത്യേകമായിട്ട് ഭയങ്കര ചുമയും ഭയങ്കര അസ്വസ്ഥതയായിരുന്നു. സാറിടയ്ക്ക് നിർത്തി, ബ്രദറിടയ്ക്ക് നിർത്തിയിട്ട് ഇങ്ങനെ ശ്രദ്ധിക്കാറുണ്ട്. അവിടുന്ന് ഞങ്ങൾ ഇത് അസ്വസ്ഥത കൂടുതലായപ്പോൾ ഡോക്ടറെ അടുത്ത് പോയി ആൻറ്റിബയോട്ടിക്കൊക്കെ കൊടുത്തു. പിന്നെ ധ്യാനത്തിൻ്റെ അവസാനമാകുമ്പോഴത്തേനും ബ്രദർ വന്ന് പ്രാർത്ഥിച്ചു. അതിനുശേഷം ഇന്ന് വരെ അവൾക്ക് ഈ അസുഖം ഉണ്ടായിട്ടില്ല. പിന്നെ അതിനുശേഷം ഞങ്ങൾ ഈ ഡോക്ടറിനെ വീണ്ടും പോയി കാണിച്ചപ്പോൾ ആൾ പറഞ്ഞു ഈ ഒരു അസുഖം ഈ കുട്ടിക്ക് ഒട്ടുമില്ല, അതൊന്നുമില്ല, നിങ്ങൾ എന്താ അങ്ങനെ പറയണേന്നൊക്കെ ചോദിക്കുക. പിന്നത്തെ ഡോക്ടേഴ്സിനൊക്കെ കാണിക്കുമ്പോൾ അങ്ങനെ അസുഖം പൂർണ്ണമായിട്ട് മാറി. ഇപ്പോൾ 5 വർഷമായിട്ടുണ്ട് ഇത് മാറിയിട്ട്. 5 വർഷം മുൻപ് ഈ കുഞ്ഞിന് സൗഖ്യം കിട്ടി. ആ രോഗത്തിൻ്റെ പേരെന്താ? അട്രോഫിക് റൈനൈറ്റിസ്. ആ രോഗം തന്നെ, എനിക്ക് പറയാൻ അറിയത്തില്ല. ഉണ്ടോ? ഈ കുഞ്ഞിന് അത്ഭുത സൗഖ്യം 5 വർഷം മുൻപ് കർത്താവ് നൽകി അനുഗ്രഹിച്ചു. എല്ലാവരും നല്ലൊരു കൈയടി ഈശോയ്ക്ക് കൊടുത്തേ. യേശു ആരിലും വലിയവൻ വലിയവൻ. യേശു യേശു ആരിലും വലിയവൻ വലിയവൻ. ആരിലും വലിയവൻ വലിയവൻ. സൗഖ്യദായകൻ പാപമോചകൻ, സൗഖ്യദായകൻ പാപമോചകൻ. യേശുവേകരക്ഷകൻ യേശുവേകരക്ഷകൻ. കരുണാമയൻ സ്നേഹഗായകൻ, കരുണാമയൻ സ്നേഹഗായകൻ. യേശു യേശു ആരിലും വലിയവൻ വലിയവൻ. ആരിലും വലിയവൻ വലിയവൻ. അത്ഭുതങ്ങളുടെ രാജാവ്, വിടുതലിൻ്റെ ആത്മാവ്. അത്ഭുതങ്ങളുടെ രാജാവ്, വിടുതലിൻ്റെ ആത്മാവ്. ദുഃഖവും ഭയവും നിരാശയും എല്ലാം വിട്ടുപോകും. ദുഃഖവും ഭയവും നിരാശയും എല്ലാം വിട്ടുപോകും. യേശു യേശു ആരിലും വലിയവൻ വലിയവൻ. യേശു യേശു